ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കിട്ടിയ കറിക്കുള്ളത് ഞണ്ടാന്ന് കേട്ടോ, വലിയ ഞണ്ടാന്ന്. അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. കുറച്ച് പണിയല്ല ഞണ്ട് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കട്ടെ. എല്ലാം കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ സൈഡിലൊന്ന് ഞാൻ കഴുകി എടുക്കുമെന്ന് ആ മുറിച്ച പൈപ്പിൻ്റെ അടുത്ത്. അപ്പോൾ അതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം അടച്ചു വെക്കാം. പിന്നെ നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കട്ടെ. ആദ്യം ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തേ. ഇതെല്ലാം ചേർത്തിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞണ്ട് കറി ഉണ്ടാക്കുന്നത്. നല്ല ഇറച്ചിക്കറി പോലെ ഇരിക്കട്ടെ. അപ്പോൾ തേങ്ങ വറുത്ത ഒരു ബ്രൗൺ നിറമായി കേട്ടോ. അന്നേരം അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടിയും 2 സ്പൂണ് മുളക് പൊടിയും, എരിവില്ല മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂണ് മതി. 2 സ്പൂണ് മല്ലിപ്പൊടിക്ക് 1 സ്പൂണ് മുളക് പൊടി. അത് എരിവില്ലാത്തതുകൊണ്ടാണ് 2 സ്പൂണ് മുളക് പൊടി തന്നെ ഇട്ട് കൊടുത്തത്. നല്ലപോലെ കരിയാണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ വറുക്കുമ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തേനെ കേട്ടോ. പിന്നെ ആ കഷ്ണത്തിലേക്ക് ഞണ്ട് വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ആക്കി വെച്ചതില്ലേ, അതിലേക്ക് ഒരു തക്കാളി, 2-3 പച്ചമുളക്, ഒരു ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം മുറിച്ചിട്ടിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 3-4-5 വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെക്കുക വേണ്ടത്. ഇത് അരച്ചെടുക്കുന്നതിന് മുമ്പിലേ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഞണ്ടിനെ നമുക്ക് വേവിക്കാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്കിത് അരച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ആക്കിയാൽ നമ്മളിവിടെ കുറച്ച് ദിവസമായി ഞണ്ടൊന്നും കിട്ടാത്തത്. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഇതാണ്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുക്കയിലേക്ക്. നല്ല ഇറച്ചിക്കറി പോലെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്കെല്ലാം ഞണ്ട് കറി ഇഷ്ടമാണ്. ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ മിക്സിയിലെ ജാറും കൂടി നമുക്കൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി അതവിടുന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു പഴം പുളിശ്ശേരി ഉണ്ടാക്കിനെ. അതെല്ലാം തിളച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലായതുകൊണ്ട് തിളക്കുന്നുണ്ട് കേട്ടോ ആ പുളിശ്ശേരിയും. അപ്പോൾ അതിലേക്ക് ഇനി കടുവറുക്കേ വേണ്ടു. ആ സമയം നമുക്കിതിടാം. ഞണ്ട് കറിയും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ചിട്ട് നല്ല വേവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഉപ്പെല്ലാം ഒന്ന് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. അതിനൊക്കെല്ലാം കറക്റ്റാണ് കേട്ടോ. ആദ്യമായിട്ട് ഉപ്പ് തന്നെ ഒരു പൊടിക്കും കൂടെ ഞാൻ ഇട്ട് കൊടുത്തേലു. പിന്നെ കഷ്ണമെല്ലാം വെന്ത് നല്ല വറ്റി വന്ന ചാറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ചെറിയ ഉള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ കാച്ചി ഒഴിച്ചതാണ്. കാച്ചി ഒഴിക്കൽ എന്ന് നമ്മൾ പറയൽ. അവസാനം ഇങ്ങനെയും കൂടി ആക്കി ഒഴിച്ചാൽ എണ്ണയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അടിപൊളി ഞണ്ട് കറി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ പുളിശ്ശേരിയില്ലേ, പഴവും തക്കാളിയുടെ പഴം പുളിശ്ശേരി, അതിലേക്കും കൂടി ഞാൻ കടുക്, ഉലുവയും കറിവേപ്പിലയെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറവാക്കിയിട്ട്. അപ്പോൾ നല്ല രുചിയിൽ നമുക്കിത് ചോറുണ്ടാക്കാം. അതിൻ്റെ അടിപൊളിയാണ് ഇന്നത്തെ ഭക്ഷണം. പുളിശ്ശേരി, ഞണ്ട് കറിയും കായും പച്ചപ്പയറും കൂടി ഒരു മെഴുക്ക് വരട്ടിയും അപ്പം എല്ലാം കൂടി കഴിക്കട്ടെ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നാളെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.